നമസ്കാരം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിന്റെ സീറ്റ് പിടിക്കാൻ SFI നേതാവ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 22കാരിയെ കളത്തിലിറക്കി LDF. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ മുന്നണികൾ യുവാക്കളെ അണിനിരത്തി കടുത്ത മത്സരത്തിലാണ് കളമൊരുക്കുന്നത്. അത്തരമൊരു മത്സരമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കും നടക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ SFI നേതാവിനെയാണ് LDF കളത്തിലിറക്കിയത്. MJ തേജനന്ദ എന്ന 22കാരിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തിരുനാവായ ഡിവിഷനിൽ നിന്നും പാർട്ടിക്കായി ജനവിധി തേടുന്നത്. SFI തവനൂർ ഏരിയ പ്രസിഡന്റും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമാണ് തേജാനന്ദ. പൊന്നാനി MESൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ തേജാനന്ദ മലയാള സർവകലാശാലയിൽ നിന്ന് മലയാളം സംസ്കാര പൈതൃക പഠനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. അനീഷിനെ CPIM ഭീഷണിപ്പെടുത്തി. ശബ്ദ സന്ദേശം പുറത്തുവിട്ട DCC പ്രസിഡന്റ്. ഏറ്റുകുടുക്കയിൽ VLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് CPIM ഭീഷണിയെ തുടർന്നെന്ന് ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് ആരോപണം. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത്. തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന് ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് സഹ BLO വൈശാഖിനോട് പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. അമ്മയെ മകൻ കൊടുവാള് കൊണ്ട് എറിഞ്ഞു പരിക്കേൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടെ കോഴിക്കോട് കൊയിലാണ്ടി മണമ്മില്ലാണ് സംഭവം. പരിക്കേറ്റ മാധവിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാധവിയുടെ തലയ്ക്കാണ് മുറിവേറ്റിട്ടുള്ളത്. അമ്മയും മകനും തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. മകനെ കൊയിലാണ്ടി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. റിവേഴ്സ് എടുക്കുന്നതിനിടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്ക്. 40 അടിയോളം താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പൊന്നാനി സ്വദേശി നേഹയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഹാജിഷ, ശ്രീരാഗ്, ആയിഷ, ഷിമ, സഫാൻ, ആൻസിയ, ക്ലാര, മിലി, മുഹമ്മദ് സുൽത്താൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. ആതിരപ്പള്ളിയിൽ നിന്നും തിരിച്ചു പോരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ കാർ പുറകിലേക്ക് എടുത്തപ്പോഴായിരുന്നു സംഭവം. റിവേഴ്സ് ഗിയറിൽ അമിത വേഗതയിൽ കാർ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. കെ ബാബുവിനെതിരെയുള്ള കേസ് പിൻവലിച്ച് M സ്വരാജ്. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീലാണ് M സ്വരാജ് പിൻവലിച്ചത്. അപ്പീൽ അപ്രസക്തമായെന്ന് സ്വരാജ് സുപ്രീംകോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജി തീർപ്പാക്കി. UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ശരിവെച്ചതിന് എതിരെ സ്വരാജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്.